ഇന്ന് രാവിലെ ഞാൻ ഒ പി ഇരിക്കുന്ന സമയത്ത് എന്നെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു ഉമ്മ വന്നു കാണിക്കാൻ പറ്റും. മുമ്പ് ബാക്ക് പെയിൻ ആയിട്ട് വന്ന് ഒരു ഗ്രേഡ് 2 ഹിസ്റ്റസിസ് ഉള്ള ഒരു ഉമ്മയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പെയിനൊക്കെ മാനേജ് ചെയ്തിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നോർമലായിട്ട് പോയിരുന്നതാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് പെയിനും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഹിസ്റ്ററി എടുത്തപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലത്തെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പെയിന് കൂടുന്നു. അപ്പോൾ എന്തെങ്കിലും ഈ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന ടൈമിൽ പെയിന് കൂടും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പോയി എടുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച ഉമ്മയോട് അടുത്ത കിച്ചണിൻ്റെ നമ്മളൊരു വർക്കിംഗ് സ്പേസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഹൈറ്റ് എത്ര എന്ന് ചോദിച്ചു, സ്ലാബിൻ്റെ. ഉമ്മ പറഞ്ഞു കുറച്ച് ഹൈറ്റ് കുറവാ, ഒന്ന് കുഞ്ഞു നിൽക്കണം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിൽക്കുന്നതിന് പകരം ഈ ഉമ്മ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇത് കുറച്ച് ബെൻഡായിട്ടുണ്ട്. അപ്പോൾ അരിയുമ്പോഴായിക്കോട്ടെ പാത്രം കഴുകുമ്പോഴൊക്കെ ഇങ്ങനെ നിന്നിട്ടായിരിക്കും കഴുകാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ നോർമൽ നിൽക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഹൈറ്റിന്റെ പകുതിയിലോ ഒരു 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ കുറവിലാണ് നമ്മൾ ഈ സ്ലാബ് ശരിക്കും വാക്കുക. നമ്മളെ കൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള കറക്റ്റ് പൊസിഷൻ, ഹൈറ്റ് കുറയുമ്പോൾ നമ്മളത് ബെൻഡാവും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു നോർമൽ കർവേച്ചർ ഉണ്ടല്ലോ, നമ്മളെന്താവും, ഒന്ന് ബെൻഡാവും. അപ്പോൾ ഈ ബാക്കിലത്തെ മസിൽസ്, പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള മസിൽസിനും അതുപോലെ തന്നെ ലിഗമെന്റ്സിലും കൂടുതൽ സ്ട്രെയിൻ വരും. ഈ ഒരു ബെൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ലീൻ ആവുക ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരം അത് ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽസ് വീക്ക് ആവാനും അതുപോലെ തന്നെ ലിഗമെന്റ് വീക്ക് ആവാനും അത് ഭാവിയിൽ നമ്മളുടെ ഡിസ്കിനെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിസ്ക് ഹെർണിയേഷൻ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് പോലത്തെ കേസിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് കാരണമായിട്ട് നമ്മൾ പെയിന് വരാം, അതുപോലെ തന്നെ കാലിലേക്ക് തരിപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സയാറ്റിക്ക പോലത്തെ ബുദ്ധിമുട്ടിലേക്കുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഓൾറെഡി പെയിൻ ഉള്ള ആളാണെങ്കിൽ അത് പെയിൻ കൂടും. ഒരു പ്രശ്നവുമില്ല, യാതൊരു പെയിനോ കാര്യമോ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആൾക്ക് ഭാവിയിൽ പെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ലോവർ ബാക്കിലേക്ക് മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് വരാം. നമ്മൾ എന്ത് ചെയ്യും, കുനിയുമ്പോൾ നമ്മളുടെ നെക്കും കുനിയും, അതുപോലെ തന്നെ കൈയും ഷോൾഡറിലേക്ക്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിലേക്ക് ഇങ്ങനെ ഭയങ്കര കടഞ്ഞൊരു പെയിൻ ഇറങ്ങാന്ന് പറയും. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാം. വീട്ടിലെ വർക്കിംഗ് സ്പേസ്, കിച്ചണിന്റെ സ്ലാബൊക്കെ ആ വീട്ടിൽ ആരുള്ളത് അവരുടെ ഹൈറ്റിന് വേണം ചെയ്യാൻ. ചില ആൾക്കാർ നല്ല ടോൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതൽ വേണ്ടി വരും. ചിലർ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരായിരിക്കും, അപ്പോൾ അവർക്ക് ഹൈറ്റ് കുറവാൻ വേണ്ടി വരാം. അതല്ലാതെ ഒരു ലെവലിൽ പണിതിട്ട് ഇങ്ങനെയും ചെയ്തു കഴിഞ്ഞാലും എന്താവും, അത് ബുദ്ധിമുട്ടാവും.